ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു അടിപൊളി ദിവസമാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1,00,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ട് ഇന്ന് ഈ 1.5 ആഴ്ചയായി. അപ്പോൾ ഞാൻ ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറേ നാളുകളായി കേട്ടോ. മുമ്പൊക്കെ വീഡിയോ ഒക്കെ ഇടുമായിരുന്നെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല. ഞാൻ ഈ ഫ്ലിപ്കാർട്ടിൽ ഡെലിവറി ബോയ് ആയിട്ടാണ് ഇത്രയും നാൾ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനിപ്പം ഒരു 1.5 മാസം കൊണ്ട് ഫ്ലിപ്കാർട്ടിൽ ജോലിക്ക് പോകുന്നില്ല. അതിന് പകരം ഈ ജോലിക്ക് പോകാത്ത ദിവസങ്ങളിൽ കംപ്ലീറ്റ് ഞാൻ വീട്ടിലിരുന്ന് വീഡിയോ ചെയ്യുകയായിരുന്നു എൻ്റെ പരിപാടി. ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ട് എനിക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ കഴിയും. അല്ലെങ്കിൽ അതിപ്പോഴൊന്നും കംപ്ലീറ്റ് ആകില്ലായിരുന്നു. ആദ്യമേ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി, ഹൃദയത്തിൽ നിന്നും ഒരുപാട് നന്ദി. ഈ ഒരു വീഡിയോ തികച്ചും സർപ്രൈസാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാട്ടിൽ വന്ന് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. വീട്ടിൽ ചേച്ചിയുണ്ട്, അമ്മ തൊഴിലുറപ്പിന് ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അമ്മ വന്നതിന് ശേഷം മാത്രമേ നമ്മളിന്ന് ഈ ഒരു സംഭവങ്ങൾ വെളിപ്പെടുത്താൻ പോകുള്ളൂ. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ആ ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഞാൻ കുറേ ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ്. എന്തിനാണെന്ന് നിങ്ങൾക്കറിയാലോ, ആ ഒരു അവാർഡ്, അതായത് യൂട്യൂബിൻ്റെ ആ ഒരു സിൽവർ പ്ലേ ബട്ടൺ വരുവാണ് ഗൈസ്. ഫൈനലി അത് വരുവാണ്. അപ്പോൾ ഇത് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ ആ കോൾ കേട്ടപ്പോൾ തന്നെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ സംഭവം വരുന്നത് കേട്ടോ. UPSൻ്റെ കൊറിയർ സർവീസിൽ നിന്നാണ് ഈ സാധനം ഡെലിവറി ആവുന്നത്. ഈ ഒരു പ്ലേ ബട്ടൺ വരുന്നത് ഏതാ ഗുദാമിൽ നിന്നാണ് കേട്ടോ, എനിക്കറിയില്ല, ഇന്ത്യയിൽ നിന്നല്ല. അപ്പോൾ അവരെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, അതായത് ഇന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നാളെ ഇന്ത്യയിലേക്ക് കടക്കുമെന്നുള്ളൊരു സംഭവം എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ത്യയിൽ നിന്നല്ല ഈ സാധനം വരുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആ സംഭവം ഇന്ത്യയിലെത്തി, കേരളത്തിലെത്തി, നമ്മളെ തൊട്ടടുത്തുള്ള ആറ്റിങ്ങിൽ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചപ്പം എന്നോട് ചോദിച്ചു, എവിടെയാണ് ഈ മിതിർമല എന്നുള്ള സ്ഥലമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ വെഞ്ഞാറമൂടിനടുത്താണ്, തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂടിനടുത്താണ് ഈ സ്ഥലം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വലുതായിട്ട് അറിയത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു, കഴക്കൂട്ടത്ത് അവർക്കൊരു ഓഫീസുണ്ട്, അവിടെ നിന്ന് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് പോയെടുക്കാനും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, നമ്മൾ കാത്തിരുന്നൊരു സംഭവമില്ലേ, നമുക്ക് പോയെടുക്കാനും വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ രാവിലെ ആറ്റിങ്ങിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ സാധനം വന്നിരിപ്പുണ്ട്, വന്നെടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ വന്നെടുക്കാം, ഒരു പ്രശ്നമില്ല, നമ്മൾ വന്നെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അതെടുക്കാൻ പോകണം കേട്ടോ. ഈ പ്ലേ ബട്ടൺ വരുന്ന കാര്യം അമ്മയ്ക്കും അറിയില്ല, ചേച്ചിക്കും അറിയില്ല, ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. അതാണ് ഇതിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അമ്മ വരുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളൊരു സംഭവത്തിൽ എനിക്ക് ഭയങ്കര ഒരു ആശങ്കയുണ്ട് കേട്ടോ. അത് ഞാൻ എങ്ങനെ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അമ്മ ഇത് കാണാൻ ഞെട്ടുമോ ഒന്നും എനിക്കറിയില്ല. അപ്പം നമ്മൾ രാവിലെ തന്നെ ഇത് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും വലിച്ചു കിട്ടാം, നമുക്ക് നേരെ ആറ്റിങ്ങിൽ പോയി അത് വാങ്ങിയിട്ട് വരാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് പോകുന്ന വഴിയിൽ കാണാം. ഓക്കെ, ബൈ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വെഞ്ഞാറോട് എത്തിയപ്പോഴേ നല്ല ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്കിൽ കുറേ നേരം കിടന്നിട്ടാണ് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് പോയത്. അതെല്ലാം കഴിഞ്ഞ് ആറ്റിങ്ങിലോട്ട് പോകുന്ന വഴിയിലാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത്. സിമെന്റും കയറ്റി വന്ന ഒരു ലോറി വഴിയിലായി പോയി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ആറ്റിങ്ങിലേക്ക് പോയി. എവിടെയാണ് കൊറിയർ സർവീസ് എന്ന് അറിയാത്തത് കൊണ്ട് ഇടയ്ക്ക് ഞാനൊന്ന് വണ്ടി നിർത്തി വിളിച്ചു നോക്കി. സിഗ്നലിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴേക്കും ഫോൺ തറയിലേക്ക് പോയി. അതൊക്കെ കഴിഞ്ഞ് ആറ്റിങ്ങിലുള്ള ലെൻസ് കാർട്ടിൻ്റെ അടുത്തെത്തി. അതിനടുത്താണ് കൊറിയർ സർവീസ് എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അവസാനം ഞാൻ അവിടേക്ക് എത്തി. ഇനി നമ്മുടെ പ്ലേ ബട്ടൺ നമുക്ക് കയറി വാങ്ങിക്കാം. കയറി ചെന്ന് ഫോൺ നമ്പറും കൊടുത്ത് പേരും എഴുതി ഒപ്പിട്ടപ്പോഴേക്കും സാധനം എൻ്റെ കയ്യിലേക്ക് എടുത്തു തന്നു. നമുക്ക് അങ്ങനെ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉള്ളത് ആറ്റിങ്ങിലുള്ള കൊറിയർ സർവീസിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടി കേട്ടോ ഈ സാധനം കണ്ട്. ഇതിൻ്റെ സൈസ് വളരെ ചെറുതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പുതിയ മോഡൽ പ്ലേ ബട്ടൺ ആയിരിക്കും. മുമ്പൊക്കെ ഉള്ള പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിലെ ഞാൻ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. എങ്കിലും അതിൻ്റെ സൈസ് ഇതിനേക്കാളും ഉണ്ട്. പക്ഷേ ഇതിനങ്ങനെ വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. യൂട്യൂബിലെ പ്ലേ ബട്ടൻ്റെ സൈസ് കുറച്ചിട്ടുണ്ടെന്നൊരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. സംഭവം ശരിയാണ്. അപ്പോൾ ആ ഒരു പ്ലേ ബട്ടനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് പൊട്ടിച്ച് പോകുമ്പോൾ അറിയാം എന്താവും കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. സമയം 1:30 മണി കഴിഞ്ഞു. എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴേക്കാണ് നമ്മുടെ കാരേറ്റുള്ള ചായക്കട കണ്ടത്. അവിടെ കയറി ഒരു ചായയും കടിയും കുടിച്ചിട്ടാവാം ബാക്കി യാത്ര. നട്ടുച്ചയ്ക്ക് ഒരു ചായയും കുടിച്ച് ഒരു കടിയും കഴിച്ചിട്ട് ഞാൻ അവിടെ നിറങ്ങി. കാരേറ്റിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ടത്. എൻ്റെ വീട്ടിനടുത്ത് കുറച്ചെങ്കിലും വയലുകളുള്ള സ്ഥലമാണ് ഇവിടെ. വെറും വയലല്ല, നെൽവയലുകൾ. മുമ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണിത്. പക്ഷേ ഇപ്പോൾ വയലിൽ നെല്ലിന് വരം പുല്ലാണ്. നമുക്കിനി കിട്ടിയ പ്ലേ ബട്ടൺ കൊണ്ട് വീട്ടിലേക്ക് പോകണം. നേരത്തെ വീട്ടിൽ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ജോലി കഴിഞ്ഞ് അമ്മ വരുമ്പോഴേക്കും വൈകുന്നേരം 4:45 5 മണിയാവും. അമ്മ വന്നാലേ നമുക്ക് ഈ കൊണ്ടുപോകുന്ന പ്ലേ ബട്ടനൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. കുറച്ച് നേരമൊക്കെ ഞാൻ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോവാണേ. ഇനി ഒരു 5-6 കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് പതുക്കെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടേ. വീട്ടിൽ ഞാനും ചേച്ചിയും മാത്രമേ ഉള്ളൂ. ഒന്ന് കിടന്നുറങ്ങിയപ്പോഴേക്കും അമ്മ വന്നിരുന്നു. ഞാനതൊന്നും അറിഞ്ഞില്ല. ഞാൻ ഉറങ്ങി എണീറ്റുടനെ അമ്മയോട് പറഞ്ഞു, എനിക്കൊരു വീഡിയോ എടുക്കണം, പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് വരാം. ഒരു വിധത്തിലും വരാത്ത അമ്മയെ എങ്ങനെയൊക്കെ തള്ളി പറഞ്ഞ് റെഡി ആവാൻ വിട്ടു. എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്താണെന്നൊന്നും അമ്മയ്ക്ക് അറിഞ്ഞൂടാ. നമ്മൾ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് റോഡിൻ്റെ സൈഡിൽ വീടായതുകൊണ്ട് വണ്ടികൾ ചറവറ പോകുന്നത് കാരണം ഭയങ്കര നോയ്സ് ഉണ്ട് കേട്ടോ. വീട്ടിനകത്ത് വെച്ച് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കിട്ടൂല, ഒരു ഗുമ്മില്ല. അങ്ങനെ ഞാനും അമ്മയും 5ഉം കൂടെ, അതായത് ചേച്ചിയും കൂടെ, നമ്മൾ ഇങ്ങ് താഴെ പുരയിടത്തിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇൻട്രോ എടുത്ത അതേ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. അമ്മ ഇവിടെ നിൽക്കാം. അമ്മ അയ്യോ, നമുക്ക് ഇവിടെ നിൽക്കാം കേട്ടോ. ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ, അമ്മ അങ്ങോട്ട് നിന്നു. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചുമ്മാ ഇരുന്നു, ഇങ്ങോട്ടങ്ങനെ നീക്കി കൂടെ പുറയിലോട്ട് നിന്ന് ഞാനിവിടെ. എനിക്ക് നിങ്ങൾ രണ്ടുകൂടെ കയറിയത് എനിക്കൂടെ നിൽക്കട്ടെ.
അവിടെ ഈ വീഡിയോ എടുക്കാം. അമ്മ താഴെ ഇറങ്ങിയില്ലമ്മ, നിങ്ങൾ ഈ കമ്പിലൊക്കെ പൊത്ത് കയറി. നീ മുകളിൽ നിന്നു, അപ്പോഴത്തേക്ക് പൊക്കം കിട്ടും. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മളെ ഒരു വീഡിയോ എടുക്കാൻ പോവാണ്. ഞാൻ നേരത്തെ ഒരു ഇൻട്രോ വീഡിയോ ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ട്. അമ്മ തൊഴിലുറപ്പിന് വേണ്ടി ഞാൻ അമ്മ വന്നതിന് ശേഷം ബാക്കി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ എണീറ്റപ്പോൾ അങ്ങനെ അമ്മ വന്ന് അമ്മയുടെ ജോലിയും കഴിഞ്ഞത് അമ്മ ഇവിടെ. അപ്പോൾ ഞാനും ചേച്ചി നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമ്മള് എന്തൊരു വീഡിയോ നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. അതെന്താ ഒരു ഐഡിയ ഇല്ല? വീഡിയോ എന്നറിയാം. എന്തൊരു വീഡിയോ ആണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അമ്മയ്ക്ക് അറിഞ്ഞൂടാ കേട്ടോ എന്തൊരു വീഡിയോ ആണ്. നമ്മൾ പറഞ്ഞിട്ടുമില്ല. നമ്മൾ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുവായിരുന്നു. ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. സാധനം മേടിച്ച് ഞാൻ കാണിച്ചു തരാം. സാധനം എന്തിനാണ് കാണിച്ചു തരാം. സാധനം എന്താ ഇതിനകത്താണ് സാധനം ഇരിക്കുന്നത്. ഞാൻ രാവിലെ മേടിച്ച് വെച്ചിരുന്നേനെ കേട്ടോ. എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? എന്തിനാന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. നിനക്ക് വല്ല ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇവളെന്തായാലും അറിയും. ഇവരൊക്കെ എന്തിനു വന്നാലും മനസ്സിലാവൂല. അതുകൊണ്ട് ഇവരെ നമുക്ക് സുഖമായിട്ട് പറ്റിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് സാധനം. ഇതാണ് സാധനം. ക്ലോക്ക് ആണെന്നൊന്നും പറയും. യൂട്യൂബിന്റെ പിന്നെ വിട്ടുപോയോ? യൂട്യൂബിന്റെ സംഭവം പുള്ളിക്കാരിക്ക് മനസ്സിലായി. പക്ഷെ ആ പേരങ്ങോട്ട് പിടികിട്ടല്ലോ കേട്ടോ. എന്നും ചോദിക്കണ്ടേ എന്ന് വരുമെന്ന്. എന്തിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം നല്ലത്? വേറെ എന്തിനാണ് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ അത് പൊട്ടിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഈ ബാഗ് ആദ്യം ഇങ്ങോട്ട് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ, പിന്നെ എടുക്കാം. എന്തെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? ഞാൻ അതുവരെ പോയിട്ട് വരാം. ക്യാമറയിൽ അതുവരെ പോയിട്ട് വരാം. അപ്പോഴത്തേക്ക് ആലോചിച്ച് നോക്കി എന്തിനാണ് വല്ല ഐഡിയ? യൂട്യൂബിന്റെ ഫ്ലൈ ബട്ടനെ സന്തോഷമില്ലേ ഇത് കിട്ടിയോണ്ട്? ഞാൻ ഇന്നേ വരെ ആരൊക്കെ ഇത്രയും സൈസ് കുറഞ്ഞൊരു പ്ലേ ബട്ടൺ കിട്ടുന്ന വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടുള്ള വീഡിയോകളെല്ലാം വലിയ പ്ലേ ബട്ടനാണ്. ഇപ്പം യൂട്യൂബ് ഇപ്പം പുതിയൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലേ ബട്ടൻ്റെ സൈസ് കുറച്ചിട്ടുണ്ട്. ഞാൻ ഇത് സംഭവം കൈ കിട്ടിയപ്പോഴേ ഞാൻ ഞെട്ടി. സംഭവം ഇതിൻ്റെ സൈസ് കണ്ടേ, ഇത്രയേ ഉള്ളൂ. എൻ്റെ ഇത്രയേ ഉള്ളൂ. മറ്റേതിൻ്റെ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇത്രയും വരും. ഇന്നേ വരെ ഞാൻ വീഡിയോയിൽ പോലും ഈ സാധനം കണ്ടിട്ടില്ല. ഇത് അമ്മ പൊട്ടിക്ക്. അമ്മ എന്നെ പൊട്ടിക്ക്. അമ്മ കാണാം. നമ്മൾ നമ്മട്ടിയാണ് കത്തിയാക്കി പോയി കേട്ടോ. നമ്മൾ ഇതിട്ടാണ് പൊട്ടിക്കുന്നത്. അങ്ങനെയല്ല, കുത്തി കൊല്ലാനല്ലേ. അങ്ങനെയല്ല അമ്മ. നോക്കട്ടെ എങ്ങനെയാണോ പൊട്ടിക്കുന്നത്. ഇത് പൊട്ടിക്ക് ഇവിടെ. അമ്മ ഇത് പൊട്ടിക്കാൻ പോണു കേട്ടോ. അങ്ങനെയല്ല അമ്മ. അതാ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ അകത്തോട്ട് കയറി പൊട്ടിക്ക്. ഓക്കെ. അപ്പോൾ ഇതാണ് ആ പ്ലേ ബട്ടൻ്റെ ബോക്സ് കേട്ടോ. നിങ്ങൾ കാണണം കേട്ടോ. ഇത് അമ്മയെ കൊണ്ട് ഞാൻ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. 5 അതിന് വീഡിയോ എടുക്കും. ഒരു സൈഡ് അവൾ പൊട്ടിക്കിട്ടോ. ഞാൻ പൊട്ടിക്കുന്നില്ല കേട്ടോ. ഇത് അമ്മ പൊട്ടിക്കാനുള്ളതാണ്. ഒരുപാട് കാലം കാത്തിരുന്ന് കിട്ടിയ സാധനമാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെതായ ഒരു വിലയുണ്ട് ഇതിന്. അല്ലേ അമ്മ? അല്ലെങ്കിൽ ഒരു സൈഡ് ഞാൻ പൊട്ടിക്കാം. ഒരു സൈഡ് ഞാൻ പൊട്ടിക്കാം കേട്ടോ. നമ്മളിതെല്ലാം ഓപ്പൺ ചെയ്ത് അതിൻ്റെ സീലുകളെല്ലാം പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകും. ഞാനും അമ്മയും ചേച്ചി ഇതുവരെ ആരും കണ്ടിട്ടില്ല കേട്ടോ. നീ ഇങ്ങോട്ട് ഇറങ്ങിന്നു. ഒരു വീഡിയോ കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യം വരും ചിലപ്പോൾ ഇതിൽ കിട്ടിയില്ലെങ്കിൽ. ഇത് റീഷൂട്ട് ചെയ്യാനൊന്നും നടക്കണ കാര്യമൊന്നുമല്ല. അപ്പം അമ്മ എന്തിനാണ് പറയാനുള്ളത്? പ്ലേ ബട്ടൺ കിട്ടിയതിനെ പറ്റി അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? കിട്ടിയത് നല്ല ഒരു സന്തോഷം തന്നെ. പിന്നെ 2-3 വർഷം കൊണ്ട് യൂട്യൂബ് എന്നുള്ള ഒരു കാര്യമായിട്ട് പോവാണുള്ളത്. അമ്മ എന്നെ കുറ്റം പറച്ചിലാണ് കേട്ടോ. ഏത് വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാലും നിനക്ക് വേറെ വല്ല പണിക്കും പോയി കൂടെ ഇറക്കാൻ തന്നെ പറയുന്നത്. എന്നെ വേറെ വേറെ ഗീവ് കൊടുക്കും. എനിക്ക് ഒരു ജോലി മേടിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. അത് ചെയ്യാതെ യൂട്യൂബിൽ പോയി. എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോഴത്തെ ഒരുപാട് പേര് എന്നെ നെഗറ്റീവ് പറയാനുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഈ ഒരു ലെവലിൽ എത്തുമെന്ന് കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണം അല്ലേ അമ്മ? തന്നെ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ എത്തിയത്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പക്ഷെ പണ്ട് ഞാൻ തുടങ്ങുന്ന സമയത്ത് ഇതൊന്നും ഭയങ്കര എന്തിനാണ് ഞാൻ ഇങ്ങനെ കയറി വരുമെന്ന ഈ പ്ലേ ബട്ടൺ കിട്ടുമെന്ന അതൊന്നും എനിക്കും ഭയങ്കര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയാണ് വീഡിയോ ഒക്കെ ചെയ്ത് അവസാനം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അല്ലേ അമ്മ? നല്ല നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ അമ്മ തന്നെ പൊട്ടിക്ക് കേട്ടോ. അപ്പൊ നമ്മളതായത് തുറക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം നിങ്ങൾ തന്നെ കാണുക കേട്ടോ. നമ്മളൊക്കെ കാണുന്നതിന് മുമ്പ് അമ്മ ഇവിടെ പിടിച്ച് തുറക്കാമോ? പൊക്ക്. നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് കേട്ടോ. അയ്യോ ഇതിനകത്തൊന്നും ഇല്ലേ, കറുപ്പ്. ഇതിന്റെ പുറത്തൊരു കറുത്ത സ്പോഞ്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇളക്കി നോക്കാം. നെഞ്ചിടിക്കുന്നു. അയ്യോ, ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കാർഡാണ് കേട്ടോ. കൺഗ്രാലേഷൻസ് അമ്മ, ഇത് എടുക്കാൻ വരട്ടെ. കൺഗ്രാലേഷൻസ് ഓൺ യുവർ സബ്സ്ക്രൈബർ മൈൽ സ്റ്റോൺ. ആദ്യം തന്നെ ഇതിലൊരു നോട്ടുണ്ട് കേട്ടോ. വി ആർ ഹോണേഡ് ടു ടേക്ക് പാർട്ട് ഇൻ റെക്കഗ്നൈസ്. എന്തൊക്കെ ഇത് നമുക്ക് ഗൂഗിളിൽ നോക്കാം. ദിസ് അവാർഡ് വാസ് ഇൻസ്പെക്ടഡ് ആൻഡ് പാക്കേജ്ഡ് വിത്ത് ഗ്രേറ്റ് കെയർ ബൈ റെക്. If your award was damaged during shipping or if you have any questions, please contact us.
യൂട്യൂബിൻ്റെ ഒരു മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. ഇത് പാഴ്സൽ വന്ന സമയത്ത് ഇതിന് വല്ല ഡാമേജ് എന്തെങ്കിലും പൊട്ടല ചീറ്റലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെയിൽ ഐ ഡിയിൽ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിൽ നമുക്ക് കോൺടാക്ട് ചെയ്ത് അതിനെ നമുക്ക് സെറ്റാക്കി എടുക്കാം. അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ ഇതിലിങ്ങനെ. ഇനി ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒരു ലെറ്റർ ഉണ്ട് കേട്ടോ. അതിലിപ്പം പ്ലേ ബട്ടൺ നമ്മൾ കാണും കേട്ടോ. എടി അത് വീഡിയോ നേരെ എടുത്തോളേ. എന്റെ പൊന്നു പ്ലേ ബട്ടൺ കണ്ടോ അമ്മ? പ്ലേ ബട്ടൺ കണ്ടോ? ഇതില് ഈ പ്ലേ ബട്ടൺ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു സെക്കൻഡ്. എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട്. ആദ്യം ഞാൻ തൊട്ട് വെക്കണേല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ട് കേട്ടോ. ഇതിലൊരു നല്ലൊരു കട്ടിയുള്ളൊരു പേപ്പർ ഉണ്ട് കേട്ടോ. അതിൽ ലെറ്ററാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അഞ്ചു വായിക്കും. ഇത് വായിക്കാനാണെങ്കിൽ കുറെ ഉണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ സൈഡിൽ സ്ക്രോൾ ചെയ്ത് കാണിക്കാം കേട്ടോ. ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ? എനിക്ക് ഓർമ്മയില്ല ആരാണ് അത്. എനിക്ക് തോന്നുന്നത് എൻ്റെ അമ്മയുടെ മെയിൽ ഐ ഡിയിൽ തന്നെയാണ് ഞാൻ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തത്. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ യുവർ 100. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ 1000. ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആരാണ് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ആരൊക്കെയാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ മൈൽ സ്റ്റോണിലും എത്തിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. എന്നും സ്നേഹം മാത്രം അല്ലേ അമ്മ? അപ്പോൾ നമുക്ക് പ്ലേ ബട്ടൺ പുറത്തോട്ട് എടുക്കാം. അമ്മ പ്ലേ ബട്ടൺ പുറത്തോട്ട് എടുക്കുമ്പോൾ സൈസ് എല്ലാം ചെറുതായിട്ടുണ്ട് കേട്ടോ പ്ലേ ബട്ടൻ്റെ. ഇതിൽ അമ്മ പ്ലേ ബട്ടൺ എടുത്ത് വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. എൻ്റെ പൊന്നു കൊള്ളാൻ കേട്ടോ സാധനം. അപ്പോൾ ഇതിൽ വീണ്ടും ഒരു നോട്ടീസ് ഉണ്ട് കേട്ടോ. റിക്കഗ്നൈസ് അമ്മ എൻ്റെ എന്തൊക്കെ തറയിൽ പോയി. ഓ ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് അതിൻ്റെ ജെല്ലിയാണ്, ഈർപ്പം പിടിക്കാതിരിക്കാനുള്ള സിലിക്ക. റിക്കഗ്നൈസ് യുവർ ടീം. ഷെയർ ദ റിക്കഗ്നൈസ് ബൈ അലോയിങ് യുവർ ടീം ടു പർച്ചേസ് എ പേഴ്സണലൈസ്ഡ് ക്രിയേറ്റർ അവാർഡ്. ഇതിൽ നമ്മൾ അങ്ങനെ 3 അവാർഡിൻ്റെ ഫോട്ടോയെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ലെറ്റർ കൂടി ഉണ്ട്. അപ്പോൾ ടോട്ടൽ 3 ലെറ്ററും ഉണ്ട്. പുതിയ പ്ലേ ബട്ടൻ്റെ സംഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ടോട്ടൽ 3 ലെറ്ററും പഴയ കണക്ക് തന്നെ, പക്ഷേ സൈസ് എല്ലാം കുറച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ കവറിൽ നമുക്ക് പുറത്തോട്ട് എടുത്തു നോക്കാം. ഓക്കെ, ഇത് പിടിച്ച് കണ്ടോ. ഇതാണ് നമ്മുടെ പുതിയ പ്ലേ ബട്ടൺ ഗായ്സ്. ഇതാണ് നമ്മുടെ പുതിയ പ്ലേ ബട്ടൺ. പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. പിടിച്ചോ. കണ്ട എൻ്റെ പൊന്നു, ഇത് കണ്ട. ഇത് നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, അടുത്തോട്ട് ഒന്ന് കാണിച്ചു തരാം. പ്രസൻറ്റഡ് ടു IP വ്ളോഗ്സ് ഫോർ പാസിങ് 1 lakh സബ്സ്ക്രൈബേഴ്സ്. എന്നിട്ട് യൂട്യൂബിൻ്റെ ഒരു ലോഗോയുണ്ട്. സൈസും ചെറുതായിട്ടുണ്ട്. ഇതാണ് സാധനം. ഇത് കിട്ടിയത് എനിക്ക് എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇത്രയും ചെറിയ പ്ലേ ബട്ടൺ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ഇത്രയും ചെറിയൊരു പ്ലേ ബട്ടൺ. അപ്പം ഞാൻ കൊറിയർ എടുക്കാൻ പോയിരുന്ന അവരും എന്നോട് ചോദിച്ചു പ്ലേ ബട്ടൻ്റെ സൈസൊക്കെ ചെറുതാക്കുമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്തോ എനിക്കും അറിയില്ല, എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന സംഭവമല്ലേ. അപ്പോൾ ഇനി മുതൽ എല്ലാവർക്കും കിട്ടുന്ന പ്ലേ ബട്ടൻ്റെ സൈസ് ഇത്രയായിരിക്കും. അപ്പോൾ അതാണ് സംഭവം അല്ലേ? നമുക്ക് സന്തോഷമൊന്നുമില്ലേ? എന്റെ മോൻ ഇത് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവൻ 2-3 വർഷം കൊണ്ട് ഇതിനു വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അതിന്റെ പേരിലാണ് ഇന്ന് കിട്ടിയത്. ഇനി ഇതേപോലെയുള്ള അവാർഡുകൾ കിട്ടാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഇനി എന്റെ മകനിലേക്ക് ഉണ്ടാവണം. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇങ്ങനെ. ഇത്രയൊക്കെ ഉള്ളു ഈ അൺബോക്സിങ് വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരോടും നന്ദി മാത്രം. ഇനിയും കൂടെ ഉണ്ടാവണം അല്ലേ അമ്മ? ഇനിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ മോഡൽ പ്ലേ ബട്ടൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇതിന്റെ റിഫ്ലക്ഷൻ കാരണം ഫോണിൽ റിഫ്ലക്ട് അടിക്കുന്നുണ്ട് കേട്ടോ. 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എത്തിയതിൽ എല്ലാവരോടും ആദ്യം തന്നെ നന്ദി പറയുന്നു. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും അറിയിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ അല്ലേ അമ്മ? അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഹായ് അല്ലേ അമ്മ? ബൈ ബൈ. അമ്മ പറയണേ, ഞാൻ വിചാരിച്ചു ചുമ്മാതെ എടുക്കാൻ വന്നിരിക്കുന്നു എന്തെങ്കിലും വീഡിയോ. പേ ബട്ടൺ വന്നേന്ന് പറഞ്ഞു. പേ ബട്ടൺ അല്ലടാ പ്ലേ ബട്ടൺ.